ഒരു ഇന്ത്യക്കാരൻ്റെ ഹൃദയം ഒരു പാകിസ്ഥാൻ പെൺകുട്ടിയിൽ മിടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. അതായത് ജീവിതം വളരെ പ്രതിസന്ധിയിൽ നിൽക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചികിത്സാ സംവിധാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഇന്ത്യയിലേക്ക് എത്തുക, ഇന്ത്യക്കാരൻ്റെ ഹൃദയം വെച്ചുപിടിപ്പിക്കുക. 19-കാരിയായ അയേഷ റഷാനാണ് ഇന്ത്യൻ ഹൃദയവുമായി ഇനി ജീവിക്കുക. ഒരുപാട് സന്തോഷം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്നും. അർജുൻ, വളരെ സന്തോഷം പകരുന്ന വാർത്തയാണ്. ഇപ്പോൾ നേരത്തെയും വളരെ വലിയ ഗുരുതരമായ അസുഖങ്ങൾക്കൊക്കെ ചികിത്സ തേടി പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളൊക്കെ ചെന്നൈയിലൊക്കെ എത്തിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഹൃദയം മാറ്റിവെക്കുന്ന ഏറ്റവും സങ്കീർണമായ ഒരു ചികിത്സാ രീതി, അത് അത്രയേറെ വിശ്വാസ്യതയോടെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അത് നമ്മൾ പരിപൂർണ്ണ വിജയമാക്കി കൊടുക്കുന്നു. ഒരു ഇന്ത്യക്കാരൻ്റെ ഹൃദയം വെച്ചു കൊടുക്കുന്ന ഒരു വഴിയുണ്ടാകുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ആ കുടുംബത്തിൻ്റെ സന്തോഷം, ഇതിന് പിന്നിൽ നിന്നവരാരൊക്കെയാണ്? ദിവിഷ്, തീർച്ചയായിട്ടും ഈ പാകിസ്ഥാൻ മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ അവയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വലിയ രീതിയിൽ ആശ്രയിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ ആരോഗ്യ സംവിധാനങ്ങളെ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ ആശുപത്രികളെ. അങ്ങനെയാണ് ഈ പാകിസ്ഥാൻ സ്വദേശി 19-കാരി ആയിഷ റാഷൻ ഇത്തരത്തിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക്, ചെന്നൈയിലേക്ക് എത്തുന്നതും അങ്ങനെ അഡ്മിറ്റ് ആകുന്നു. പിന്നീട് ആ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് എക്മോയുടെ സഹായത്തോടെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പിന്നാലെ ഈ ബ്ലഡ് എല്ലാം പമ്പ് ചെയ്യുന്ന വാൾവ് പൂർണ്ണമായിട്ടും അതിലൊരു ലീക്ക് കണ്ടെത്തിയോടെ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താതെ വയ്യ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ അത് വലിയ ചിലവാണ് ഈ നടത്തുക എന്ന് പറയുന്നത്. അത്തരത്തിലൊരു പണമൊന്നും ചിലവാക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ആ കുടുംബം. എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അവർക്കത് പൂർണ്ണമായിട്ടും സൗജന്യമായി ചെന്നൈയിലെ MGM എന്ന് പറയുന്ന ഒരു ആശുപത്രി മറ്റൊരു ട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ സൗജന്യമായി ഒരു ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നത്. ഈ ഡൽഹിയിൽ നിന്നാണ് ഈ അവയവം ഈ ഹൃദയം എത്തിച്ചു കൊടുക്കുന്നതും പെട്ടെന്ന് മറ്റ് ഈ ഡോണറിൻ്റെ ഈ ഹൃദയം തന്നെ മറ്റ് അവകാശികൾ അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റ് ആവശ്യങ്ങളില്ലാതെ വന്നതുകൊണ്ടാണ് ഒരു വിദേശിക്ക് ഈ ഒരു ഹൃദയം നൽകാം, അതിൽ തടസ്സങ്ങളില്ല എന്നുള്ള കാര്യം തീരുമാനം വന്നതും അത് സൗജന്യത്തോടു കൂടി തന്നെ ഈ ശസ്ത്രക്രിയ നടത്താനും സാധിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ അത് വലിയ രീതിയിൽ ആ കുടുംബത്തിന് സഹായമായി, സന്തോഷമായി എന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. നിലവിൽ ഈ കുട്ടി ഇപ്പോഴും തമിഴ്നാട്ടിൽ ചികിത്സയിൽ തുടരുകയാണ്. അവർക്ക് ഉടൻ തന്നെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റും. ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവരുടെ കണ്ടീഷൻ ഇപ്പോൾ സ്റ്റേബിളാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. അല്പ ദിവസങ്ങൾക്കകം തന്നെ അവർക്ക് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കുടുംബം പങ്കുവെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ ഒട്ടും തന്നെ സാമ്പത്തികമായി മികച്ചു നിൽക്കാത്ത ഒരു കുടുംബം ഇത്ര വലിയൊരു ശസ്ത്രക്രിയയ്ക്ക് ഇന്ത്യയിൽ വന്നു, അതും സൗജന്യമായി അവർക്ക് ആ ശസ്ത്രക്രിയ നടത്തി അവരുടെ കുട്ടിയുടെ ആ കുടുംബത്തെ തന്നെ ജീവിതം രക്ഷപ്പെടുന്ന ലെവലിലേക്ക് പോയി എന്ന് പറയുന്നത്. അർജുൻ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സന്ദേശം കൂടി പാകിസ്ഥാനിലും. ഇപ്പോൾ സാധാരണക്കാർ തമ്മിലൊന്നും ഈ വൈരാഗ്യങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ അല്ലാതെ നടക്കുന്നതല്ല. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കഴിയട്ടെ, അല്ലെ? ആ ഹൃദയം മിടിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സ്നേഹത്തിന് വേണ്ടിയാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശരി അർജുൻ.